ഇതിപ്പോ എന്നും എങ്ങനെയാണത്? നടന്നു നടന്ന മനുഷ്യന്റെ ഊപ്പാട് വരുന്നു. ഇന്നെങ്ങാനും അവന്മാര് നിർത്തുവോ ബസ്? നിർത്തുന്നെങ്കി പറയാൻ നിർത്തിന്ന്, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്നും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മ നടന്നു പോ. നടക്കാനാ? നിനക്കൊന്നും നടന്ന മതിയായില്ലേ? ഇവിടെ മനുഷ്യൻ പോ. ദേ ഇന്ന് നടക്കാൻ ഞാനില്ല കേട്ടാ. ഞാനുമില്ല. നിങ്ങ രണ്ടും വന്നില്ലെങ്കിൽ കൊണ്ട് ഞങ്ങൾ പൊക്കോളാം. നേരത്തെ ആണല്ലോ. എവിടെ പോവാനാണ്? ബസ് നിർത്തണ്ടേ? ബസ്സിനെന്താ ഇപ്പൊ പറ്റിയേ? എടാ ബസ് നിർത്തിയാലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. എടാ 4 ദിവസമായി ബസ് നിർത്തിയിട്ട്. നടന്നു തന്നെയല്ലേ നമ്മള് പോയേ. ഇന്നിപ്പോ നിർത്തോന്ന് ആർക്കറിയാം? ബസ്സാണ് ഒരു ട്രിപ്പ് ഉണ്ട്, അതൊക്കെയുണ്ട്. വാടാ. ഇവിടെ നോക്കിയാലും കൊള്ളയും കൊലയും തട്ടിപ്പറിയും ഒക്കെ എന്താ ചെയ്യാ? മനസ്സിന് ഒരു സമാധാനവും. അതിന് ഒറ്റ കാര്യമാണ്, നിങ്ങ മുഖ്യമന്ത്രി ആയാൽ മതി. ഞാനാ? തനിക്ക് വല്ല ഭ്രാന്ത് ഉണ്ടാവോ? എന്തേ? അതൊക്കെ കാശും കൈകാര്യമൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ പറ്റുള്ളൂ. കാശൊന്നല്ല, ജനപിന്തുണ നേടണം, അത്രല്ലേ വേണ്ടേ? എടോ വീട്ടിൽ തന്നെ പിന്തുണ എനിക്കില്ല, പിന്നെ ജനപിന്തുണ. സ്കൂളിൽ പോകാതെ കറങ്ങി നടക്കാതാ. പാപ്പോയ് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാനാ? മോനെ എന്റെ 10 പൈസ ഇല്ല കേട്ടോ, വീട്ടിൽ തന്നെ ചായ കുടിക്കാൻ കാച്ചില്ല. പൈസ ഒന്നും വേണ്ടെന്ന്. ഞങ്ങള് സ്കൂളിൽ പോകുന്ന ബസ്സിലായിരുന്നേ. അപ്പൊ 4-5 ദിവസം കൊണ്ട് കൈ കാണിച്ചിട്ട് ബസ് നിർത്താതെ പോവാ. ഇപ്പൊ ഞങ്ങളെന്ത് വേണ്ടേ? അല്ല അപ്പവന്മാരാ കൈ ഒന്ന് കാണിച്ച് ബസ് ഒന്ന് നിർത്തി തരാം. ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. രാഘവ, നമ്മുടെ കുട്ടികളല്ലേ, അതെ, ഒന്ന് സഹായിക്കാം. കേറിക്കോ കൊറേ കേറിക്കോ. അങ്ങനല്ല, കുഞ്ഞുങ്ങളെ കയറ്റുന്നു. കുഞ്ഞുങ്ങളെ പിന്നെ കൈ കാട്ടി എന്തിനാണ് നിങ്ങള് കേറി കാണുന്നവരെ? എന്റെ ചേട്ടൻ ഇവര് കൈ കാണിച്ചുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. പിന്നെ പിള്ളേർക്ക് പഠിക്കാൻ പോണ്ടേ? അവര് കാരണല്ലേ, അവര് പോകണ്ടേ സ്കൂളില്? എന്റെ സാറ് ഈ ബാഗും പണ്ടാറവും പിള്ളേരെ കൂടി നിറച്ചു കയറിയാൽ നിങ്ങളെ പോലെ മാന്യന്മാർക്ക് ഇരിക്കാൻ സീറ്റ് വേണ്ടേ? സീറ്റ് ഉണ്ടല്ലോ ഇതിനകത്ത് ആവശ്യത്തില്. നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഇനി അവിടെ നിന്നൊക്കെ കയറണവർക്കാ. പിന്നെ കുട്ടികൾ പഠിക്കാൻ സ്കൂളിൽ പോണ്ടേ? എന്റെ പൊന്ന് ചേട്ടാ, ഇത് വൈകുന്നേരം വരെ ഒരു കൂവാക്കി പിള്ളേരെ കൊണ്ട് പോയാലേ വൈകുന്നേരം ഡീസൽ അടിക്കാൻ പറ്റൂല. അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഞാനൊന്ന് കൊപ്പളിക്കാതിരിക്കണം. ആര് പറഞ്ഞിട്ടാണ്? രതീശ്, ആര് കൈ കാണിച്ചാലും നിർത്തണ്ടാട്ടാ. ഓരോ നമ്പറായിട്ട് ഇറങ്ങിയൊക്കെയാണ് ആളുകള്. മോനെ ടിക്കറ്റ് എടുക്കടാ. പറഞ്ഞോണ്ടല്ലേ നിന്നോട് ആരാ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ? എണീറ്റേ പുറകോട്ടോ ഇരിക്കണ്ട കേട്ടാ. അവിടെ ഒന്ന് നേരെ തരാൻ പാടില്ല. ഇത് ചുരുട്ടി കൂട്ടി എന്താ വിസിലാ? എന്തേ കാർഡെവിടെ? ആ എണീക്കങ്ങട്. കാർഡല്ല, എനിക്ക് പുറകെ എന്താണ് കണ്ടക്ടറെ? എന്താണ്? കുറച്ചുകൂടി സംസ്കാര സമ്പന്നമായി നിങ്ങൾ സംസാരിക്കൂ. എന്റെ പൊന്ന് ചേട്ടൻ, ഒരു കണക്കിനാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഈ ബേഗും ബഹളമായിട്ട് ഇവിടെ വന്നിരുന്നാൽ ആളുകൾക്ക് ഇരിക്കണ്ടേ? ഈ കുട്ടികളൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതിന് അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സംയമനം പാലിച്ച് സംസാരിക്കണം. എന്റെ പൊന്ന് ചേട്ടാ, പുറകില് ബസ് വരണ്ട. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വധൂരികളെ കയറ്റിയിട്ട് നീ പുറകെ പോയിരുന്നേ. ആവശ്യമില്ലാന്ന് പുറകിലേക്ക്
പുറകിലേക്ക് ഇരിക്കാൻ പറ്റില്ല. സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത എന്താണ് അവരുടെ ഒരു കുഴപ്പം? 1 രൂപയെന്ന് തന്നിട്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. താനവിടെ ഇറങ്ങിയിരിക്കും. 1 രൂപ നിശ്ചയിച്ച അവരാണോ? അവരല്ല, അവരുടെ അവകാശമാണിത്. എടോ അവരുടെ അവകാശമാണ്. താനൊരു ബസ് സ്വന്തം മേടിച്ചിട്ട് അവരെ കൊണ്ടുപോയിക്കോളൂ. ആർക്ക് തർക്കം? താൻ തന്റെ സംസാരം വളരെ മോശം. ഇരിക്കണോ ഇവിടെ? മിണ്ടായിരിക്കണോ? ഇരിക്കണോ ഇവിടെ? കൂടുതൽ സംസാരം അടിച്ചിട്ട് പറഞ്ഞതൊന്നും വേണ്ട. എന്താ ഇയാൾക്ക് എന്താ വേണ്ടത്? ബസ്സിന്റെ അടുത്ത് പോയപ്പാക്കുന്നത് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക്. ഇത് ബസ് ഇത് ഓടണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പച്ചാൾ വെച്ചാൽ ഓടൂല. അപ്പൊ എന്തുകൊണ്ട് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഡീസൽ. ഡീസൽ ഒഴിക്കണം. വണ്ടി ഓടണമെങ്കിൽ ഡീസൽ ഒഴിക്കണം. വേണ്ടേ? 1 ലിറ്റർ ഡീസലിന് എത്ര പൈസ? എനിക്ക് ബസ്സില്ല, ഞാൻ ഡീസൽ അടിക്കാറില്ല. എനിക്ക് ബസ് ഉണ്ട്. ഞാൻ ഈ ബസ്സിലെ പണിക്കാരനാണ്. ഞാൻ ഡീസൽ അടിക്കലുണ്ട്. ഇന്നലെ അവർ അടിച്ചിനി. ഇന്ന് വില കൂടിയോന്ന് അറിയാൻ വേണ്ടി. ദിവസം കൂടുതലല്ലേ? കൂടിയാ? അതെനിക്കറിയില്ല. അയാളോടൊന്നും വർത്താനം പറഞ്ഞിട്ട് മിണ്ടായിരിക്കണോ? ഒന്നുമില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കട്ടോ? ആ ടിക്കറ്റ് എടുത്തോട്ടാ. കുറഞ്ഞല്ലേ മോനെ? ടിക്കറ്റ് എടുക്കണ്ട. വെല്ലിച്ചന്റെ മോനാ ഇതാ. ഏത് വെല്ലിച്ചന്റെ? എന്റെ മൂത്ത വെല്ലിച്ചൻ. മോനെ ടിക്കറ്റ് എടുക്ക്. എന്റെ കൂട്ടുകാരനാണ്. ഒരാൾക്കും എടുക്കാൻ പറ്റില്ല. ഇറങ്ങി പോയടാ നീ ഒന്ന്. ടിക്കറ്റ് എടുപ്പിക്കൂല ആരെ കൊണ്ടും. ഇതാരെങ്കിലും ആണോ നിന്റെ? എന്താണ് കുട്ടികളോട് കുറച്ചുകൂടെ മര്യാദയായിട്ട് പെരുമാറോ? എന്താ ഇയാൾക്ക് എന്താ വേണ്ടേ? നമ്മളെ ബസ്സിന് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, പല ആൾക്കാരും കാണുന്നതാണ്. വെറുതെ വർത്താനം പറഞ്ഞ ഒരു കാര്യമില്ല. ബസ് കുഴപ്പമുണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അതെ, ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്താ പ്രശ്നം? ഞാൻ ഇത്ത പണിക്കാരനാണ്. അതുകൊണ്ട് ഇതിനെ കൊണ്ടാ ജീവിച്ചു പോകുന്നത്. വെറുതെ കുഴപ്പമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു ബസ് പാവാന്ന് ക്ഷീണുണ്ടാവും. വർത്താനയില്ലോ. ഇയാൾക്ക് എന്താ? 1 ലിറ്റർ ഡീസൽ വെച്ചാൽ വെറും ബസ് 3.5 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കൂ. ഇത്ര ആള് കയറി ഏടുന്ന് മുതലാവര്. നിങ്ങളൊരു കാര്യം ചെയ്യും. 1 ലിറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 10 ലിറ്റർ ഒഴിച്ചു നോക്കും. 35 കിലോമീറ്റർ ഓടാൻ പറ്റും. അത് ശരിയാ. എടാ 10 ലിറ്റർ വെച്ചാൽ 35 കിലോമീറ്റർ ഓടാൻ പറ്റും. ബസ്സാ ഒരു പണി വൈകുന്നേരം പോകുമ്പോ ഈ ഷർട്ടൂരി ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടാ. അപ്പൊ പണി പോകില്ല. നാളെ വരണ്ട. അതെ, നാളെയുടെ വാഗ്ദാനമായ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അനീതി കണ്ടാൽ അപ്പൊ പ്രതികരിക്കണം കേട്ടാ. ചേട്ടന്റെ ജോലി എന്താ? ഞാൻ തിരക്കഥാകൃത്ത. സിനിമയല്ല? അല്ല, സീരിയലാ. ഇപ്പൊ ഉരുളി എന്ന് പറഞ്ഞൊരു സീരിയൽ ഇറങ്ങിയില്ലേ, അതിന്റെ തിരക്കഥാകൃത്ത് ഞാനാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏത് തെണ്ടിപ്പാട്ടി ചേറ്റ അലവലാദികൾ എന്ത് പറഞ്ഞാലും വിട്ടുകൊടുക്കരുത്. അതിന്റെ മോനേന്ന് പറഞ്ഞു ഒറ്റ ഇടി മൂക്കാമട്ടൊക്കെ ഇടിച്ചു കൊടുക്കണം കേട്ടാ. ഒന്നും പേടിക്കണ്ട. നിർത്തുമോനെ. കേറി മാറി കേട്ടോ. കേറിയാ പറ. എടാ ഒന്ന് മാറിക്കോറാ. ഹലോ സാറേ, ബാക്ക് സീറ്റുണ്ട് സാറേ, അവിടെ ഇരിക്കും. എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ? അതെ, സീനിയർ സിറ്റിസൺ മാറിക്കോടെ. നിന്നോട് വന്നപ്പോ തൊട്ട് ഞാൻ പറയണല്ലേ. അതെ നിങ്ങൾ കുറച്ച് സംശയമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ. അതെ, ഇയാളോട് പറഞ്ഞില്ലല്ലോ മോനെ, നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളുകളാണ് ഞാൻ. ഒരു ബഹുമാനം കാണിച്ചൂടാ? പഠിക്കണ കുട്ടിയല്ലേ നീ? അതെ, ഈ കുട്ടി ഈ ബാഗൊക്കെ ആയിട്ട് ഇത്രയും ഭാരം ചുമന്നിട്ട് അങ്ങനെ നിക്കണത്. ഞാനൊന്നും ഉണ്ടായിരിക്കും. നിന്നോടല്ലേ പറഞ്ഞ മകനാണത്. എന്റെ മകനാണ്. എന്റെ മകനാണ്. വണ്ടിയിൽ വല്ല സൗകര്യത്തിൽ കാറിൽ വിളിച്ചിട്ട് അത് ഇയാളൊരു കാര്യം വിളിച്ച് പറയാത്തത് എന്താണ്? കുറച്ചുകൂടെ മര്യാദയ്ക്ക് നിങ്ങൾ പെരുമാറണം. കുട്ടികൾ എങ്ങനെയാണോ വളർത്തുന്നത്? എന്താ? ഒരു അച്ഛന്റെ പ്രായമുള്ള മനുഷ്യൻ വരുമ്പോ ബഹുമാനത്തോടെ നീച്ചു മാറി കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ തലതെടുത്ത കുട്ടികളാ. എന്നാരും പറഞ്ഞു തന്റെ വീട്ടിലെ തലതെറിച്ചായിരിക്കും. ബഹുമാനം കാണിക്കാൻ ആദ്യം പഠിക്കണം കുട്ടികൾ. ആ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം. തന്റെ കുട്ടികളെ വളരുമ്പോൾ അല്ല ബാക്കിയുള്ള കുട്ടികൾ കേട്ടോ. എടുത്താ പൊന്താത്തൊരു ബാഗും വെച്ചിട്ട് വരും. നിങ്ങൾ പരിസരം നോക്കാണ്ട് ഒരു തിരിയല. ആ ബാഗ് വന്ന് ചെറിയിലാ കുത്തും. ആ ഒരു കാര്യം ചെയ്താൽ പ്ലെയിൻ വിളിച്ചു പോ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വിളിച്ചു പോ. അല്ല, ഒരു സൗകര്യം കൊടുക്കണമെന്ന് കരുതിയിട്ട് തല കയറി നിരക്കരുത്. എന്താ? കുട്ടികളല്ല വലിയവരായാലും പറയാനുള്ളത് ഞാൻ പറയും. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. വയസ്സിന് മൂത്തൊരു ആള് വരുമ്പോ ആ എഴുന്നേറ്റ് കാരണം നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയണം. വിടക്ക് കിട്ടുന്ന സ്വഭാവമാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതെ, നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ അങ്ങനെയാണ്. ടിക്കറ്റ് ഒന്നും വേണ്ട, ഫീസിയാ.
നീ എത്രയിലാണ് പഠിക്കണേ? 10ല്. മറ്റേ മുടി കോലം നോക്ക്. ഇനിയിപ്പോ എന്താ? അയ്യോ ഒന്നുമില്ലേ, അടക്കക്കൂര പോലെയുള്ളു, നാവ് കണ്ട. ഈ കാരണന്മാരോട് വർത്താനം പറഞ്ഞ കോലാണത്. എണീക്ക് പുറകിപ്പോയി നിക്കാൻ പറഞ്ഞാണ് എന്നോട്. പുറകിപ്പോയിടാ. ഞങ്ങള് സർക്കാർ അനുവദിച്ച കാശ് തന്നിട്ടല്ലേ യാത്ര ചെയ്യണേ? എന്താണ് ഞങ്ങൾ സർക്കാർ അനുവദിച്ച കാശ് തന്നിട്ടല്ലേ യാത്ര ചെയ്യണേ? നീ എന്നോട് വകുപ്പും റൂളും പറയണ തൊട്ട് ഞാൻ പറയണേ എന്നോട് പുറകിൽ പോയി നിൽക്കും, പുറകിൽ പോയി നിൽക്കണം. പോടാ തരത്തിൽ പോയി കളിക്കണം. പിന്നെ മര്യാദ എന്നോട് കൈ താഴ്ത്തു നോക്കണ. അതെ, ആ കണ്ടക്ടർ പറഞ്ഞാൽ എത്ര നിങ്ങൾ ഈ 1 ഉറുപ്പ്യം കൊടുത്തിട്ട് കണ്ട സീറ്റിൽ മുഴുവനും കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ബസ് കയറിയ ഒരാള് ഇരിക്കാൻ സീറ്റില്ലാന്ന് കണ്ട ബസ് കയറുമോ? അപ്പൊ ഈ ബസിന്റെ ഓണർക്ക് എത്ര നഷ്ടം ഉണ്ടാവും? നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾക്ക് കുറച്ചേരം നിന്ന് എന്താ കുഴപ്പം? മാന്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ചങ്ങോട്ട് മാറി ഉപദേശം. അവരോട് നേരക്കല്ലേ, അവിടെ മാറിക്കണോ? നിങ്ങൾ വിഷമിക്കട്ടെ, ഞങ്ങൾ സ്കൂളിൽ അവിടെ കൊണ്ടുവിടും, അവിടെ ഇറക്കിയിട്ടേ വണ്ടി പോകും കേട്ടാ. ഞാൻ ഉണ്ട്. ആ സ്ത്രീകളെ മുമ്പോട്ട് കയറ്റിവിടെ ഇങ്ങനെ കയറിപ്പോര് പേരിൽ ഒരാൾക്ക് മുന്നിലെ ഡോറിന്റെ അവിടെ നിന്ന് തുറന്നു കൊടുത്താൽ എന്താ? പോരെ ഇങ്ങനെ കയറിപ്പോര് മുന്നോട്ട് പോര്. മോളെ ഇവിടെ ഇരിക്കാം സ്ഥലമുണ്ട്. കുട്ടികളെ നോക്കണേ ഇവിടെ ഇരുന്നോ. നിങ്ങളെല്ലാരും എന്റെ സീരിയൽ കാണണം കേട്ടോ. എല്ലാരും സ്കൂളിലെ പിള്ളേരെല്ലാരും കാണാൻ പറയണേ കേട്ടാ. ഈ സീരിയൽ കണ്ടിട്ടാ കുട്ടികൾ ഇങ്ങനെ നാശാവും. എന്ത് സീരിയൽ കണ്ടിട്ട്? എന്റെ സീരിയൽ എന്ന് പറഞ്ഞാൽ പൗരബോധം ഉണർത്തുന്ന സീരിയലാണ്. അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ കണ്ണി കണ്ട സീരിയലൊക്കെ കണ്ടിട്ടാണ് ഈ സ്കൂൾ കുട്ടികൾക്കൊക്കെ മറ്റേ രാഷ്ട്രീയം കയറിയിട്ട് സംഘടന ഉണ്ടായിട്ട് ഇതേമാതിരി ഓരോരുത്തരുടെ തലയ്ക്ക് കയറി മരിക്കണത്. കുട്ടികൾ പ്രതികരണ ശേഷിയുള്ളവരായിട്ട് തന്നെ വളരണം. അതിനുള്ള പദ്ധതി വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ആളെന്താ ടിക്കറ്റ് ബ്രേക്ക് ചവിട്ടിയപ്പേ ചേഞ്ച് എടുക്കട്ടോ, ചേഞ്ച് എടുക്ക്. ചില്ലറയായിട്ട് പോരട്ടെ ഇത്. എന്താണ് ഇല്ല, ബ്രേക്ക് ചവിട്ടിയപ്പേ ബ്രേക്ക് ചവിട്ടി വിട്ടുപോയതാണ്. ഇല്ല കുഴപ്പമില്ല, പൈസ വേണ്ട. തന്റെ സ്ഥിരം പരിപാടിയാണെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ നിങ്ങളോടൊക്കെ വല്ല മര്യാദയോടെ ഞാൻ ചെയ്താ ഇത്. എടാ, ഇവിടെ ഇതില് വേറെ കണ്ടക്ടർ വരുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ, താൻ വരുമ്പോഴാണ് ഈ പ്രശ്നം. എനിക്ക് എന്താ പ്രശ്നം? പൈസ വേണ്ട പൈസ വേണ്ടതൊന്നും തന്റെ ഓശാരൊന്നും എനിക്ക് വേണ്ട. ഞാൻ പൈസ കൊടുത്ത പോലെ അന്തസ്സായിട്ട് തന്നെ പോവാറ്. മനസ്സിലായോ? പെണ്ണുങ്ങളെ മേക്കിട്ട് കാണാൻ നിൽക്കരുത്. തനിക്ക് ഈ ജോലി പറ്റില്ലെങ്കിൽ പൊക്കോണം. പെണ്ണുങ്ങളെ മുട്ടിവരുമാനാണെങ്കിൽ ഇയാൾക്ക് എപ്പോഴുള്ളതാണ് വെറുതെ മുട്ടിവരുമ്പോ നിക്കല്. ഒന്നുമില്ല നിങ്ങളങ്ങോട്ട് പോയിക്കോ. ഇല്ല, ഇത് കുഴപ്പമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ലേ. ഞങ്ങൾ കണ്ടല്ലോ. പറഞ്ഞപ്പോ എന്താണ് ഞാൻ കണ്ടതാ. പക്ഷേ
ഒന്ന് പിടിച്ചു മാറ്റണം. ഒന്നും മിണ്ടാണ്ട് അവന് കണ്ടത് കൊള്ളട്ടോ. കൊല്ലണം അവനെ. ചുമ്മാ ഹോസ്പിറ്റലിൽ ഇടാവേ. എന്റെ അമ്മേ അമ്മോ ആരാടാ എന്റെ അനിയനെ നിരത്തിട്ട് തല്ലിയത്? നാളെ ഒരൊറ്റ ബസ്സും ഇന്ത്യയിൽ ഓടൂല. ഞാൻ ഭാരതം പ്രഖ്യാപിച്ചോളാം. പ്രാദേശിക നടത്തിക്കൂടാ എന്റെ അനിയന് വേണ്ടിട്ട്. അപ്പോഴേ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും പരാതിയുടെ പുറത്താണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഞാൻ വിളിപ്പിച്ചത്. ബസ് ഓണേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഇപ്പൊ സാറേ, ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് പങ്കെടുക്കേണ്ട ആളുകൾ സത്യത്തിൽ ഇവിടെ വന്നിട്ടില്ല. അതായത് അടി കിട്ടിയിട്ടുള്ള ബസ് ജീവനക്കാരും അടി കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും. അതെന്ത് വർത്താനങ്ങൾ ഈ പറഞ്ഞായി? ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ അടിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം? അപ്പൊ അതല്ലേ പറയണ്ടത്? സാറേ, ഇതാണ് പ്രശ്നം. ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ പിന്നെ അയാളുടെ കഴിയട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാം. അദ്ദേഹം പറയട്ടെ, നിങ്ങൾക്ക് അവസരം തരാം അല്ലേ? സാറേ അയാൾ പറയട്ടെ സുഹൃത്തെ. സാറേ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളെ തല്ലിയത് ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം. കാരണം തല്ലുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. അതിന് സ്കൂളുകളിൽ രാഷ്ട്രീയമല്ലല്ലോ, പിന്നെ ഇവിടുന്ന് യൂണിയൻ എന്തിനാ പാചാതി വർത്താനം പറഞ്ഞു? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്റെ വായത്തൊന്നും പറയാം. അതെ, ഇയാൾ ആരുടെ പ്രതിനിധിയായിട്ട് അവിടെ വന്നിരിക്കണേ? അത് വിദ്യാർത്ഥികളുടെ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പറയാൻ സമയം തരാം, നിങ്ങൾ തുടരൂ.